കൊച്ചിയിൽ കിടപ്പ് രോഗിയും വൃദ്ധനുമായ അച്ഛനെ ഉപേക്ഷിച്ച് മകൻ കടന്നു കളഞ്ഞ സംഭവത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചേതൻ, ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ വൃദ്ധനെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? കാരണം ഒരു ദിവസം 1.5 ദിവസം ഭക്ഷണം കിട്ടാതെ, വെള്ളം പോലും കിട്ടാതെയായിരുന്നു ആ മനുഷ്യൻ കിടക്കേണ്ടി വന്നത്. രാത്രിയാണ് ഈ കിടപ്പ് രോഗിയും വൃദ്ധനുമായ ഈ ഷൺമുഖനെ മകനും കുടുംബവും ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വീടിൻ്റെ ഹൗസ് ഓണർ ഈ ഷൺമുഖനെ കാണുകയും അതായത് 24 മണിക്കൂറുകളോളം ഒരു ജലപാനം പോലും ഇല്ലാതെയാണ് ഈ കിടപ്പ് രോഗി ഇവിടെ കിടന്നത് എന്നാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം. ഈ ഷൺമുഖന് 3 മക്കളാണുള്ളത്. ഒന്ന് ഈ ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളും. ഈ മൂത്ത ആളായ അജിത്താണ് ഈ ഷൺമുഖൻ്റെ ചികിത്സയും അതുപോലെ തന്നെ പരിചരണവും മറ്റും നോക്കുന്നത്. ഈ അജിത്തും അതുപോലെ തന്നെ ഈ 2 പെൺമക്കളുമായും ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 2 പെൺകുട്ടികളും വിവാഹിതരാണ്. ഒരാൾ ഇൻഫോ പാർക്ക് ജീവനക്കാരിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പെൺകുട്ടി തൃശ്ശൂരിലാണ് താമസമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ അച്ഛൻ ഈ കിടപ്പിലായത് കണ്ട് ഈ ഹൗസ് ഈ 3 പേരെയും ബന്ധപ്പെട്ടിരുന്നു. ഈ 3 മക്കളും തങ്ങൾ ഉടനെ തന്നെ ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഈ മണിക്കൂറുകൾ ഇത്രത്തോളം, അതായത് 12 മണിക്കൂർ 24 മണിക്കൂറുകൾ കൂടുതലായി ഈ മക്കളുടെ ഭാഗത്തു നിന്ന് ഈ ഷൺമുഖനെ ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ സങ്കടം. ഈ വിവരം അറിഞ്ഞ് ഇവിടെ നഗരസഭ അധികൃതരും അതുപോലെ തന്നെ പോലീസും എത്തുകയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് സീനിയർ സിറ്റിസണായ ആൾക്കാരെ പരിചരിക്കുക എന്നത് മക്കളുടെ കടമയാണ്. അതുപോലെ തന്നെ അത് ലീഗലി ബൈൻഡാണ്. നിയമപരമായും പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കൂടെ ഈ വിഷയത്തിൽ നമ്മളിവിടെ പ്രതികരിക്കാനുള്ളത് ഈ ഹൗസ് ഓണറാണ്. ഹൗസ് ഓണർ സുനിലാണ് നമ്മളോട് ചേരുന്നത്. ചേട്ടാ, എന്താണ് ഈ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ കാഴ്ച ചേട്ടൻ കണ്ടത്? ഇത് 3 രാത്രിയാണ് ഇവർ പോയെന്നുള്ളത് പരിസരവാസികൾ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളോട് ഇന്നലെ രാത്രിയാണ് പരിസരവാസി വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ അവർ മിനിഞ്ഞാന്ന് പോയിട്ട് ഒരു ദിവസം മൊത്തമായിട്ട് അവിടെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്, ഫാനും കറങ്ങുന്നുണ്ട്, ആളുണ്ടെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ആളുണ്ട്, അതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പോലീസിലേക്ക് അറിയിച്ച് പോലീസുകാർ, അതായത് ഏകദേശം 24 മണിക്കൂറുകളോളം ഇയാൾ ഭക്ഷണവും കഴിച്ചിട്ടില്ല, ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വീട് തുറന്ന് ഞങ്ങൾ ഇച്ചിരി വെള്ളം കൊടുത്ത് കഞ്ഞിയും കൊടുത്ത്, എന്നിട്ട് വാർഡ് കൗൺസിലറെ അറിയിച്ച് പോലീസുകാർ വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞ് കളക്ടറെ അറിയിക്കുക, അവർ വേണ്ടത് ചെയ്യുമെന്നും പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ ഞങ്ങളെ വിളിച്ചറിയിച്ചപ്പോൾ മറ്റു 2 പെൺകുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അവരെ നിങ്ങൾ വിളിച്ചായിരുന്നോ? 2 പേരിൽ ഒരാളെ ഞങ്ങൾ വിളിച്ചു. ഒരാളുടെ നമ്പർ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തുള്ള പെങ്ങളെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. ഇന്നലെയും രാത്രി വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെയും വിളിച്ചു പറഞ്ഞു. പക്ഷെ അവർ നേരം വരെ വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇത് കൗൺസിലർ ഇടപെട്ട് പാലിയേറ്റീവ് കെയർ വന്ന് അയാളെ കൊണ്ടുപോയി. അതാണ് മനു, അതായത് നമ്മളിവിടെ എത്തുമ്പോൾ കണ്ടത് ഈ പാലിയേറ്റീവ് ജീവനക്കാർ ഇവിടെ എത്തുകയും അവരുടെ ഈ ഷൺമുഖന് വേണ്ടിയുള്ള ചികിത്സാ കാര്യങ്ങളും മറ്റും നൽകുന്നതായി കണ്ടിട്ടുണ്ട്. പാലിയേറ്റീവുകാർ നമ്മളെ അറിയിച്ചത് രക്തത്തിൽ സോഡിയത്തിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഉടനെ തന്നെ ഈ വിവരം പറഞ്ഞ് പോലീസുകാർ എത്തുകയും അതുപോലെ തന്നെ ആശുപത്രിയിലെ ആൾക്കാരും എത്തുകയും ഇപ്പോൾ ഷൺമുഖൻ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ്. ഏതായാലും മകൻ പറഞ്ഞത് താനിപ്പോൾ മകനെ പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. അതായത് മകൻ പറയുന്നത് താനിപ്പോൾ വേളാങ്കണ്ണിയിലും അതുപോലെ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യമാണ്. വേളാങ്കണ്ണിയിലും അതുപോലെ തന്നെ വാഗമണ്ണിലും ഒക്കെ ആയെന്നുള്ള പരസ്പര വിരുദ്ധമായ മൊഴികളാണ്. ഉടൻ തന്നെ ആയിരിക്കും അച്ഛനെ ഏറ്റെടുക്കുന്ന തീർത്ഥാടനത്തിനും അതുപോലെ വാഗമണ്ണാണ് പോയതെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം, അതായത് ഇദ്ദേഹത്തിന് ഈ മകനെ കൂടാതെ 2 പെൺകുട്ടികളും കൂടിയുണ്ട്. ഈ 2 പെൺകുട്ടികളും വിവാഹിതരാണ്. ഒരാൾ ഇൻഫോ പാർക്കിലെ ജീവനക്കാരിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ആൾ തൃശ്ശൂരിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 2 പേരെയും അറിയിച്ചപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ 24 മണിക്കൂറോളമായി ഇതുവരെ അവരെത്തിയിട്ടില്ല എന്ന കാര്യമാണ് നമുക്ക് ഇവിടുന്ന് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഏതായാലും ഈ
വിഷയം അറിഞ്ഞ് ഈ ഹൗസ് ഓണർ ഇവര് അവിടെ വന്ന് താമസിക്കുന്നവർ, വാടക വീടല്ലേ, അവിടെ വന്ന് താമസിക്കുന്നവരാണ്. ഏത് പ്രദേശത്ത് നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് വന്നവരാണ് ഇവർ? ഇവർ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് എറണാകുളം പൊന്നുരുണി സ്വദേശികളാണ് ഈ ഷൺമുഖനും മക്കളും. ഈ മകൻ അജിത്ത് ടൂറിസ്റ്റ് ഡ്രൈവറാണ്, ടാക്സി ഓടിക്കുന്ന ഡ്രൈവറാണ്. 2 പെൺമക്കളുണ്ട്. 2 പെൺമക്കളും വിവാഹിതരാണ്, 2 സ്ഥലത്താണ്. പക്ഷെങ്കിൽ ഈ മകനും ഈ 2 പെൺമക്കളും തമ്മിൽ ചില സ്വത്ത് തർക്കങ്ങൾ ഉള്ളതായി നമുക്ക് കിട്ടിയ വിവരങ്ങളുണ്ട്. അതായത് ഈ പെൺകുട്ടികൾ ഈ അച്ഛനെ സന്ദർശിക്കാൻ വരുമ്പോഴൊക്കെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച അയൽക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കിടപ്പിലായ വിവരം അറിഞ്ഞ് 24 മണിക്കൂറിലേറെയായിട്ടും ഈ 3 മക്കളും ഈ അച്ഛനെ ഒന്ന് വിളിക്കുകയോ ഒരു തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ശരി ചേതനാണ് വിവരങ്ങൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് നൽകിയത്. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് മകനും കുടുംബവും മുങ്ങി. ഈ പോലീസ് വന്ന് 3 മക്കളാണ് ആ മനുഷ്യനുണ്ടായത്. ഷൺമുഖൻ എന്ന് പറയുന്ന ആ വൃദ്ധനായ രോഗിയായ മനുഷ്യന് 3 മക്കളാണ്. അതിൽ അജിത്ത് എന്ന് പറയുന്ന മൂത്ത മകൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ മകനും ഭാര്യയും മക്കളുമാണ് അവിടെ നിന്ന് ഈ അദ്ദേഹത്തെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് എവിടേക്കോ യാത്ര പോയത്. പിന്നീട് 2 മക്കളെ വിളിക്കുന്നു, അവർ വരാമെന്ന് പറയുന്നു. പക്ഷേ അവരാരും വന്നിട്ടില്ല. സങ്കടകരമായൊരു കാര്യമാണ്. അതാണ് നമ്മളിപ്പോൾ ചേതൻ പറഞ്ഞത്.